റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പ്ലീഡർ നിയമനത്തിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. ലീഗ് പട്ടികയിൽ നിന്നും പരിഗണിച്ചത് 8 പ്ലീഡർമാരെ. യൂത്ത് ലീഗിന്റെയും MSFന്റെയും ഭാരവാഹികളിൽ പലരും പരിഗണിക്കപ്പെട്ടില്ല. AK അഭിലാഷ് ആയിരുന്നു. അഭിലാഷ്, ഒന്ന്, മുന്നണിക്കകത്ത് ചർച്ചകളൊന്നുമില്ലാതെ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു എന്നുള്ള മുറുമുറുപ്പുകൾ, അതിന്റെ ഭാഗമായി ഒരുപാട് അഭിഭാഷക നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ മുസ്ലിം ലീഗിന് അതൃപ്തി, വേണ്ട ആളുകളെ ഒന്നും അത്തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. 8 പ്ലീഡർമാരെയാണ് ആകെയുള്ളത്. ഇവർ ഉന്നയിച്ച പലരും ആ ഭാരവാഹി പട്ടികയിൽ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. പക്ഷേ പരസ്യമായ ഒരു പ്രതികരണത്തിന് ലീഗ് തയ്യാറാകുന്നുമില്ല. പക്ഷെ അതൃപ്തിയുണ്ടല്ലോ അല്ലേ? പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി അടക്കം ഒന്നും പറയണ്ട എന്ന് കരുതിയാണോ? തീർച്ചയായിട്ടും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അത് എല്ലാ കാര്യങ്ങളിലും താൻ പ്രതികരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. അതായത് മുസ്ലിം ലീഗിൻ്റെ അകത്ത് വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടാവുന്നു എന്ന് തന്നെയാണ്. കാരണം ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രാധാന്യം കൂടി മുസ്ലിം ലീഗിനുണ്ട്. അതേ സമയത്ത് ഈ പ്ലീഡർ നിയമനത്തിലടക്കം വലിയ തരത്തിൽ അവഗണന അവർ നേരിടുന്നു എന്നുള്ളതാണ് താഴെത്തട്ടുള്ള പ്രവർത്തകരുടെ വികാരം. കാരണം 80 പേരെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതിൽ 8 പേരെ മാത്രമാണ്, അതായത് 10% മാത്രമാണ് ലീഗിന് ലഭിച്ചിരിക്കുന്നത്. MSFന്റെയോ യൂത്ത് ലീഗിന്റെയോ പ്രധാനപ്പെട്ട ആളുകൾക്കൊന്നും ലഭിച്ചിട്ടില്ല. അവർ പറയുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിലല്ല, മെറിറ്റ് പരിഗണിക്കാതെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന നിയമനങ്ങൾ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 8 എന്ന് പറയുന്നത് അതുപോലും പൂർണ്ണമായും യൂത്ത് ലീഗിന്റെയോ അല്ലെങ്കിൽ MSFന്റെയോ ഒരു പട്ടികയിൽ വെക്കാൻ എടുത്താൻ കഴിയുന്ന ആളുകളല്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഏതായാലും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനെതിരെ പോലും താഴെത്തട്ടിലുള്ള നേതാക്കൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം തങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ പോലും ചോദിച്ചു വാങ്ങുന്നതിൽ ലീഗ് നേതൃത്വം പരാജയപ്പെടുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി അവരുടെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ UDF നേതൃത്വത്തിന്റെ മുന്നിലായിരിക്കും കാര്യങ്ങൾ വെക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലീഗിന്റെ ഭാഗത്തും യൂത്ത് ലീഗിന്റെയും MSFന്റെയും ഭാഗത്തൊക്കെ ശക്തമായ അതൃപ്തി ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രദീപിന്റെ നിയമനത്തിലും സമാനമായ അതൃപ്തി അവർക്കുണ്ട്. കാരണം നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതടക്കമുള്ള കാര്യങ്ങൾ, രാജീവ് ചന്ദ്രശേഖരനെ സ്വാഗതം ചെയ്തടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അത്തരത്തിലൊരാളെ നിയമിച്ചതടക്കം അവരെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള അഭിപ്രായം കൂടിയാണ് അവരുടെ ഭാഗത്ത് വരുന്നത്. ഏതായാലും പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇനി 56 പേരെ കൂടി നിയമിക്കുമെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇതിൽ കൂടുതൽ പരിഗണന വേണം എന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ LDF സർക്കാരിന്റെ കാലത്താണ് ഈ 136 എന്ന് പറയുന്ന ഒരു സംഖ്യയുള്ളത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ ഈ സർക്കാരിന് നിയമിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത്തരത്തിൽ കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യം കൂടി ഇപ്പോൾ യൂത്ത് ലീഗിന്റെയും MSFന്റെയും നേതാക്കളുടെ ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. ശരി, അപ്പോൾ അതാണ് ലീഗിന്റെ നിലപാട്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന നിയമനങ്ങളിൽ അത് ഒരു വ്യക്തി താല്പര്യത്തിന് അടിസ്ഥാനമാക്കിയാണോ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെറിറ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ചില താല്പര്യങ്ങൾ അതിൽ പ്രകടമാകുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ലീഗും ഉന്നയിക്കുമായിരിക്കും. എന്തായാലും ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണവും ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല.